നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നോക്കാം. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, 4 ഓഫ് വാണ്ട്സ് വന്നിട്ടുണ്ട്, 10 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്, 6 ഓഫ് പെൻറ്റക്കിൾസ്, Ace of Cups, 9 of Pentacles, 9 of Wands. ഇന്ന് മണിയുടെ എനർജിയാണ് കൂടുതലായിട്ട് ഇന്ന് കാണുന്നത്. നമുക്കിന്ന് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. കപ്സ് എന്ന് പറയുന്നത് വാട്ടറിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എല്ലാവരോടും ഒരു സ്നേഹത്തോടും സഹവർത്തിത്വത്തോടും കൂടിയൊക്കെ നിലകൊള്ളാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇന്ന് എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ചിലപ്പോൾ ജോലിയിൽ ഒരു പ്രോജക്റ്റ് ഹെഡ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം നിങ്ങൾ നേതൃത്വം കൊടുത്ത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു എനർജി വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കാണുന്നത്. കൂടെ നിൽക്കുന്നവരോട് നിങ്ങൾക്ക് വളരെ സ്നേഹത്തോടും കരുണയോടും കൂടിയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ നിങ്ങളോടും അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കും. വളരെ സ്നേഹത്തോടും കരുതലോടും കൂടിയായിരിക്കും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ് ഇത് കാണുന്നത്. കിങ് എന്ന് പറഞ്ഞ റിയൽ രാജാവാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് രാജാവിനെ പോലെ ഉള്ളൊരു രാജാവിൻ്റെ ഒരു എനർജിയിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഫോർ ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരു വിവാഹത്തിലോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലോ അങ്ങനെയൊക്കെ പങ്കെടുക്കാനുള്ള ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ആഘോഷങ്ങൾ ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് എല്ലാവരോടും കൂടെ സന്തോഷത്തോടു കൂടെ ഇരിക്കുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നടക്കുന്ന ഒരു ഗെറ്റ് ടുഗദറോ പാർട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയുമായി ഒത്തുചേരുന്നതാവാം. ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയുള്ള സംഭവങ്ങളും ആവാം. എന്തായാലും ഈ ഫംഗ്ഷൻ നിങ്ങൾ ഇന്നത്തെ ദിവസം വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ചില ആളുകൾക്ക് നിങ്ങൾക്കിന്ന് ഫാമിലിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്വത്ത് അല്ലെങ്കിൽ ഒരു വെൽത്ത് ഭാഗം വെച്ച് കിട്ടുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അതിനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടാവാം. ഒരു പാർട്ടീഷൻ്റെയൊക്കെ ഒരു കുറേ നാളുകളായിട്ട് അത് വല്ല തീരുമാനത്തിലെത്താതിരുന്ന ഒരു കാര്യം ഇന്നത്തെ ദിവസം അത് ഒരു തീരുമാനത്തിലേക്ക് എത്തി അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. എന്തായാലും ഇതൊരു കുടുംബപരമായ വെൽത്താണെന്നാണ് പറയുന്നത്. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന വെൽത്തായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതിലൊരു സന്തോഷം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്നാണ് കാണിക്കുന്നത്. സിക്സ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരു മണിയുടെ എനർജി കൂടുതലായിട്ട്, വെൽത്തിൻ്റെ എനർജി കൂടുതലായി വന്നിരിക്കുന്നത്. അത് ദിവസം സാമ്പത്തികപരമായി നല്ലൊരു ദിവസമായിരിക്കുമെന്നാണ് പറയുന്നത്. കിട്ടാനുള്ള മണി എവിടെ നിന്നാണെങ്കിലും കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ നാളുകളായിട്ട് പെൻഡിങ് ഇരുന്ന എന്തെങ്കിലും ഫണ്ടുകളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻസ് നന്നായിട്ട് ഭംഗിയായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് കാണാം ഇന്നത്തെ ദിവസം. എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് അത് വളരെ സത്യസന്ധമായും ഒരു പാർഷ്യാലിറ്റി കാണിക്കാതെ നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു എനർജിയാണ്. അതുപോലെ മണി നിങ്ങൾ മറ്റുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം കാണിക്കുന്നുണ്ട്. ചില ആളുകൾക്ക്, ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാനോ
അങ്ങനെയുള്ള ഒരു തീരുമാനം എത്തുന്നതോ അല്ല അങ്ങനെ ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു എനർജി ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. നയൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് അടുത്തത്. ചില ആളുകൾ ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ട് അത് അതൊരു നമ്മളൊരു എന്താ പറയുക മണി എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളത് ആ സ്കില്ല് ഉപയോഗിച്ച് പണം ഉണ്ടാക്കാനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചില ആളുകൾക്ക് ഇതിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി അങ്ങനെ മണി ഏൺ ചെയ്യുന്ന ആയിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി കൂടാതെ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് നിങ്ങളുടെ സ്കിൽ ഉപയോഗിച്ച് കൂടുതൽ പൈസ ഉണ്ടാക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് നിങ്ങൾക്കിന്ന് വളരെ എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്കില്ല് എന്തെങ്കിലും നമ്മൾക്ക് ഉണ്ടാവുന്ന സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ നമ്മൾ ഇന്നത്തെ ദിവസം ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ നല്ലതാണ്. അതല്ല എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്നത്തെ ദിവസം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8/8 ആണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിൽ ഇന്ന് വളരെ കൂടുതലായിട്ട് എനർജി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളിന്ന് എന്ത് കാര്യം ചെയ്താലും യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നല്ല എനർജി നിങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാനിഫെസ്റ്റ് ചെയ്താൽ ഇന്നത്തെ ദിവസം പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള ഒരു എനർജി യൂണിവേഴ്സിൽ ഇന്ന് ഉണ്ട്. നയൻ ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. എല്ലാ ജോലികളും നിങ്ങൾക്കിന്ന് വളരെ കറക്റ്റായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത്. ഒരു നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്ത് തീർക്കാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആത്മസംതൃപ്തി നിങ്ങൾക്കുണ്ടാവുന്നു എന്ന് കാണാൻ ഒരു ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാവും എന്ത് കാര്യവും ചെയ്യാനായിട്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സക്സസ് ആയാൽ വീണ്ടും വീണ്ടും പല കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള ഒരു ഊർജ്ജം നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്. കൂടുതൽ സമയം കാര്യങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം വരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് യാതൊരു നെഗറ്റീവ് എനർജീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ബ്ലെസ്സിങ്സും എല്ലാ സപ്പോർട്ടും ആണെന്ന് വന്നിരിക്കുന്നത്. എല്ലാ കാർഡും വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. പോസിറ്റീവ് എനർജിയാണ് ഇന്നത്തെ ദിവസം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഈ പോസിറ്റീവ് എനർജി അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇതാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.